നമസ്കാരം. തെളിവുകളോ സൂചനകളോ ഒന്നുമില്ല. പക്ഷേ പോട്ടയിലെ ബാങ്കിൽ കവർച്ച നടത്തിയ പ്രതിയെ മിടുക്കന്മാരായിട്ടുള്ള ചാലക്കുടി പോലീസ് അങ്ങ് പൊക്കി. 3 ദിവസമായി തങ്ങൾക്ക് ആർക്കും ഉറക്കമുണ്ടായിരുന്നില്ലെന്നാണ് അന്വേഷണ സംഘാംഗങ്ങളൊക്കെ പറയുന്നത്. അത് വെറുതെ ആയില്ല. ഒരാഴ്ചയായിട്ടും ഒരാൾ പോലും വീട്ടിൽ പോയില്ല. റാങ്ക് വ്യത്യാസമില്ലാതെ എല്ലാവരും അന്വേഷണത്തിന്റെ ഭാഗമായി. ഉന്നത പോലീസ് അധികാരികളുമായി ദിവസവും പലവട്ടം വീഡിയോ കോൺഫറൻസ് നടത്തി വിലയിരുത്തൽ നടത്തി. സൈബർ ടീമുകളുടെ സഹായവും തേടി. ആദ്യം 25 അംഗ സംഘമാണ് അന്വേഷണത്തിന് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് 7 പേരെ കൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കി. ഇന്നലെയാണ് അന്വേഷണം പ്രതിയിലേക്ക് എത്തിയതെന്ന് പോലീസ് പറയുന്നു. കത്തിക്കാട്ടി ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിൽ നിന്ന് 15 ലക്ഷം രൂപ കവർന്ന പ്രതിയെ സ്വന്തം വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ബാങ്കിന്റെ 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പോട്ട ആശാരിപ്പാറ സ്വദേശി തെക്കൻ റിജോ ആന്റണിയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. 14-ന് ഉച്ചയ്ക്ക് 2:15-നായിരുന്നു മോഷണം. ഇയാളിലേക്ക് അന്വേഷണത്തിന്റെ മുന നീണ്ടെങ്കിലും കൃത്യമായ വിവരങ്ങൾ ലഭിക്കാനായി പോലീസ് കാത്തുനിന്നു. ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ ആദ്യം നിഷേധിച്ചെങ്കിലും ഒടുവിൽ സമ്മതിച്ചു. മോഷണത്തിനായി പോയ സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. ആർഭാട ജീവിതത്തിന് പണം കണ്ടെത്താനായിരുന്നു 1 മാസത്തിലേറെ സമയമെടുത്ത് ആസൂത്രണം ചെയ്ത് കവർച്ച നടത്തിയത്. ഗൾഫിലായിരുന്ന റിജോ 2 വർഷം മുമ്പാണ് ആശാരിപ്പാറയിലേക്ക് താമസത്തിനെത്തിയത്. മോഷണത്തിന് 4 ദിവസം മുമ്പ് റിജോ ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിലെത്തി. ATM കാർഡ് ഉപയോഗിച്ചിട്ട് പണം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ജീവനക്കാരെ നിരീക്ഷിച്ചു. 2-ാം വെള്ളിയാഴ്ച പ്രദേശത്ത് പൊതുവെ ആളുകൾ കുറവാകുമെന്ന് നേരത്തെ മനസ്സിലാക്കിയാണ് ആ ദിവസം കവർച്ചയ്ക്കായി തിരഞ്ഞെടുത്തത്. നഗരത്തിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ നിന്ന് ഇളക്കിയെടുത്ത നമ്പർ പ്ലേറ്റ് ആണ് സ്കൂട്ടറിൽ ഘടിപ്പിച്ചത്. പോട്ട ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിൽ മോഷ്ടാവ് പണം അപഹരിക്കുന്നതിന് മുൻപായി ജീവനക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മുറി പുറത്തുനിന്ന് അടച്ച ശേഷം വാതിൽപ്പിടിയിൽ കസേര കൊളുത്തിയിടുകയായിരുന്നു. പോട്ട ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിൽ പണം അപഹരിക്കുന്നതിന് മുൻപായി ജീവനക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മുറി പുറത്തുനിന്ന് അടച്ച ശേഷം വാതിൽപ്പിടിയിലൂടെ കസേരയുടെ കാൽ കൊളുത്തിയിടുന്നു. ചാലക്കുടി DYSP കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർമാരായ MK സജീവ്, അമൃത് രംഗൻ, PK ദാസ്, V ബിജു, SI മാരായിട്ടുള്ള N പ്രദീപ്, CS സൂരജ്, CN എബിൻ, K സലീം, PV പാട്രിക് എന്നിവരും ജില്ലാ ക്രൈം സ്ക്വാഡും സൈബർ ജില്ലാ സ്പെഷ്യൽ സ്ക്വാഡും ഉണ്ടായിരുന്നു. ഇടശ്ശേരി ജ്വല്ലറി കവർച്ചയും ഹൈവേ കൊള്ളയും അടക്കം തെളിയിച്ച പോലീസ് സംഘമാണ് ചാലക്കുടിയിലേത്. ഇവിടെ നിന്റെ പരിപ്പ് വേവില്ല എന്ന് പ്രതിക്ക് കാണിച്ചു കൊടുത്തു ചാലക്കുടി പോലീസിന്റെ അന്വേഷണ മികവ്. കവർച്ച നേരത്തെ ആസൂത്രണം ചെയ്ത പ്രതി അനുകൂലമായ അവസരത്തിനെ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. നിരീക്ഷണത്തിന് 4 ദിവസം മുൻപ് പ്രതി ബാങ്കിലെത്തി. എക്സ്പയറി തീയതി കഴിഞ്ഞ ATM കാർഡുമായി എത്തി. ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് ജീവനക്കാരോട് പറഞ്ഞു. ഈ സമയത്താണ് ബാങ്കിൽ ഉച്ച സമയത്ത് ജീവനക്കാർ കുറവാണെന്നത് പ്രതി ഉറപ്പിക്കുന്നത്. ഈ സമയമാണ് അനുകൂലമെന്ന് കണ്ടു തന്നെ ഈ സമയം തിരഞ്ഞെടുത്തു. പള്ളിയുടെ എതിർവശത്തെ ബാങ്ക് കവർച്ചയ്ക്ക് സെലക്ട് ചെയ്തു. ചാലക്കുടി മെയിൻ ബ്രാഞ്ചിലാണ് തന്റെ അക്കൗണ്ടെങ്കിലും പല കാര്യത്തിനുമായി പോട്ട ശാഖയിൽ പലപ്പോഴും വന്നുപോയി. ചാലക്കുടിയിലെ ആൾത്തിരക്കും ഉച്ചഭക്ഷണ സമയത്ത് പോലും ഇടപാടുകാർ കാത്തു നിൽക്കുന്നതും കവർച്ചയ്ക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് ചെറിയ ബ്രാഞ്ചുകളിൽ കവർച്ച നടത്താനുള്ള സാധ്യത ചിന്തിച്ചു. കവർച്ച നടത്തിയ ശേഷം മടങ്ങിയ വഴികളിലൂടെയെല്ലാം പലവട്ടം സഞ്ചരിച്ച് തിരിച്ചു പോകാനുള്ള റൂട്ട് മാപ്പ് വരെ തയ്യാറാക്കിയായിരുന്നു കവർച്ചയ്ക്കുള്ള മുന്നൊരുക്കം. തുമ്പുകളൊന്നും അവശേഷിപ്പിക്കാതെ നടത്തിയ കവർച്ച എന്ന ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ പ്രതിക്ക് തിരിച്ചടിയായത് മാറ്റാതിരുന്ന ഷൂ ആണ്. ഷൂവിന്റെ അടിയിലെ നിറമാണ് ആളെ തിരിച്ചറിയുന്നതിൽ പ്രധാന വഴിത്തിരിവായത്. 500ഓളം CCTV ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. കൃത്യം നടത്തിയ ശേഷം മടക്ക യാത്രയ്ക്കിടെ വസ്ത്രങ്ങൾ മാറിയും സ്കൂട്ടറിന്റെ കണ്ണാടി മാറ്റിയും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിൽ പ്രതി വിജയിച്ചുവെങ്കിലും മാറ്റമില്ലാതെ തുടർന്ന ഷൂ പോലീസിന്റെ കണ്ണിൽ പതിഞ്ഞു. സ്കൂട്ടറിന്റെ കണ്ണാടി മാറ്റിവെച്ചതും പ്രതിയുടെ വസ്ത്രത്തിന്റെ നിറം മാറിയതും ആശയക്കുഴപ്പമുണ്ടാക്കി. എന്നാൽ ഷൂവിന്റെ അടിയിലെ നിറം മാത്രം മാറിയില്ല. CCTV ദൃശ്യങ്ങളിൽ കണ്ട വഴിയിലൂടെ പ്രതി സഞ്ചരിക്കാവുന്ന വഴികളിലൂടെ പോലീസും സഞ്ചരിച്ചു. 3 ദിവസം അന്വേഷണ സംഘം ഉറങ്ങിയില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി പറയുമ്പോൾ പിടിക്കപ്പെടില്ലെന്ന വിശ്വാസത്തോടെ പ്രതി വീട്ടിൽ സുഖമായി ഉറങ്ങി. റിജോ നൽകിയ മൊഴികൾ അതേപടി വിശ്വസിക്കുന്നില്ലെന്നും പോലീസ് പറയുന്നു. വീട് നിർമ്മിച്ചതിന്റെ ബാധ്യത തീർക്കാനായിരുന്നു മോഷണമെന്ന് പറഞ്ഞ പ്രതി പിന്നീട് അത് മാറ്റി പറഞ്ഞു. നന്നായി മദ്യപിക്കുന്നയാളാണെന്നും പോലീസ് പറയുന്നു. മോഷണം നടത്തി മടങ്ങുന്നതിനിടെ മോഷ്ടിച്ച പണത്തിൽ നിന്ന് കുറച്ചെടുത്ത് 1 ലിറ്റർ മദ്യം വാങ്ങിയാണ് വീട്ടിലെത്തിയത്. മോഷ്ടിച്ച പണത്തിൽ നിന്ന് 2.9 ലക്ഷം രൂപയുടെ കടം വീട്ടിയതായി പ്രതി പോലീസിനോട് പറഞ്ഞു.
അന്നനാട് സ്വദേശിക്കാണ് ഇത് നൽകിയത്. അറസ്റ്റ് വാർത്തയറിഞ്ഞെത്തിയ ഇദ്ദേഹം പണം ഡിവൈഎസ്പി ഓഫീസിലെത്തി കൈമാറുകയും ചെയ്തു. 10 ലക്ഷം രൂപ ബണ്ടിൽ പൊട്ടിക്കാതെ സൂക്ഷിച്ചിരുന്നത് പോലീസ് കണ്ടെടുത്തതായാണ് സൂചന. ഭാര്യ അയച്ചു കൊടുക്കുന്ന പണം ദൂർത്തടിക്കുന്നതും ഇയാളുടെ പതിവാണ്. ഇന്നലെ ഇയാളുടെ വീട്ടിൽ നടന്ന കുടുംബയോഗത്തിലെത്തിയവരോട് കളിച്ചിരികളുമായി സംസാരിക്കുമ്പോഴും ഇയാളാണ് പ്രതിയെന്ന് ആർക്കും സംശയമുണ്ടായിരുന്നില്ല. പോലീസ് എത്തുമ്പോൾ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്നു പ്രതി. അതിനു മുമ്പ് മഫ്തിയിൽ പലവട്ടം എത്തി പോലീസ് നിരീക്ഷണം നടത്തി മടങ്ങിയിരുന്നു. വീട്ടിൽ ഇയാളുടെ സ്കൂട്ടർ കണ്ട പോലീസ് പ്രതി റിജോ തന്നെയെന്ന് ഉറപ്പിച്ചു. വീട്ടിലേക്കുള്ള വഴികളിലെല്ലാം പോലീസ് നിലയുറപ്പിച്ച ശേഷമാണ് അന്വേഷണ സംഘാംഗങ്ങൾ വീട്ടിലേക്ക് കയറിയത്. പോലീസാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രതി ഞെട്ടിയെന്ന് പോലീസ് പറഞ്ഞു. ബാങ്ക് ജീവനക്കാരെ വിരട്ടാൻ ഉപയോഗിച്ച കറിക്കത്തി വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണെന്ന് പ്രതി പറഞ്ഞു. എന്നാൽ ഇത് കണ്ടെടുക്കാനായില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നന്ദി.